കഥാസരിത് സാഗരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയുന്നത് ഗാന്ധാരിയുടെ കഥയാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഗാന്ധാരി. ഗാന്ധാര രാജ്യത്തിലെ രാജാവായിരുന്ന സുബാലയുടെ പുത്രിയായിരുന്നു ഗാന്ധാരി. സൗന്ദര്യത്തിലും സ്വഭാവത്തിലും ഉത്തമയായവൾ. ഗാന്ധാരത്തിലെ രാജകുമാരി ശകുനിയായിരുന്നു സഹോദരൻ. പരമശിവനായിരുന്നു ഗാന്ധാരിയുടെ ആരാധ്യദൈവം. വിവാഹിതയാകുന്നതുവരെ ഗാന്ധാരിയുടെ ജീവിതം ഉല്ലാസത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിനങ്ങളായിരുന്നു. ഉല്ലാസവതിയായ ആ രാജകുമാരി കൊട്ടാരത്തിലും പൂങ്കാവനത്തിലും ചിത്രശലഭം കണക്കെ പാറി പറന്നു. കൊട്ടാരത്തിലും രാജ്യത്തും പ്രഭ ചൊരിയുന്ന ഒരു വെള്ളിനക്ഷത്രം പോലെ ഗാന്ധാരി തിളങ്ങി നിന്നു. എന്നാൽ ശിവഭക്തയും സുന്ദരിയും സൽസ്വഭാവിയുമായ ഗാന്ധാരിക്ക് വേണ്ടി കാലം കരുതിവച്ചത് ദുഃഖത്തിന്റെ മഹാപ്രളയമായിരുന്നു. ഗാന്ധാര രാജ്യം താരതമ്യേന ചെറിയ ഒരു രാജ്യമായിരുന്നു, സൈനിക ബലത്തിൽ ദുർബലവും. അതുകൊണ്ടുതന്നെ അയൽരാജ്യങ്ങളാൽ ആക്രമിക്കപ്പെടുമോ എന്ന ഭീതി എന്നും നിലനിന്നിരുന്നു. അതിർത്തിയിലെ ചില അപസ്വരങ്ങൾ പോലും കൊട്ടാരത്തിലും രാജ്യത്തും കടുത്ത ഭയത്തിന്റെ കരിനിഴൽ പരത്തിയിരുന്നു. ഈ അരക്ഷിതാവസ്ഥയിൽ നിന്നുള്ള മോചനത്തിനായി സുബാല രാജാവ് മാർഗങ്ങൾ തേടുകയായിരുന്നു. ഈ അവസരത്തിലാണ് ശക്തരും പ്രബലരും കുരുവംശപാരമ്പര്യത്തിന്റെ മഹനീയതയുമുള്ള ഹസ്തിനപുര കൊട്ടാരത്തിലെ മഹാരാജാവായ ധൃതരാഷ്ട്രയ്ക്കു വേണ്ടി ഗാന്ധാരിയുമായുള്ള വിവാഹാലോചന വന്നത്. ഗാന്ധാരിയുടെ മാതാപിതാക്കൾ സഹർഷം ആ ബന്ധത്തെ സ്വാഗതം ചെയ്തു. പ്രബലരായ ഹസ്തിനപുര കൊട്ടാരത്തിൽ നിന്ന് വന്ന ആ ആലോചനയെ നിരസിക്കാൻ തക്കതായ കാരണങ്ങൾ ഉണ്ടായിട്ടും ആക്രമണഭീതിയാൽ സുബാല രാജാവ് വിവാഹത്തിന് അനുമതി നൽകി. എന്നാൽ സഹോദരൻ ശകുനി ആ വിവാഹത്തെ എതിർത്തത് എന്തിനെന്ന് അന്ന് ഗാന്ധാരിക്ക് മനസ്സിലായിരുന്നില്ല. ഗാന്ധാരി ജീവൻ തുല്യം സ്നേഹിച്ചിരുന്ന മാതാപിതാക്കളും ഗാന്ധാരിയോട് ആ രഹസ്യം വെളിപ്പെടുത്തിയിരുന്നില്ല. ഭർത്താവിനെപ്പറ്റി, വിവാഹജീവിതത്തെപ്പറ്റി, മക്കളെപ്പറ്റി ഏതൊരു രാജകുമാരിക്കും ഉണ്ടാവാറുള്ളതുപോലെ 1000 സ്വപ്നങ്ങളുണ്ടായിരുന്നു ഗാന്ധാരിക്കും. അങ്ങനെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും മോഹങ്ങളുടെയും തേരിലേറി ഏറെ ദൂരം യാത്ര ചെയ്ത് ഹസ്തിനപുര കൊട്ടാരത്തിൽ പരിവാരസമേതം ഗാന്ധാരി എത്തിച്ചേർന്നു. ഗാന്ധാരിക്ക് തുണയായി സഹോദരൻ ശകുനിയുമുണ്ടായിരുന്നു. ഹസ്തിനപുരം കൊട്ടാരം പ്രതിശ്രുതവധുവിൻ ഹസ്തിനപുരത്തിലെ രാജിക്ക് ഗംഭീരമായ വരവേൽപ്പ് നൽകി. അടുത്ത ബന്ധുക്കളുടെയും കൊട്ടാരവാസികളുടെയും ജനങ്ങളുടെയും സ്നേഹത്തിൽ കുതിർന്ന ആഹ്ലാദാരവങ്ങൾ കണ്ട് ഗാന്ധാരി അമ്പരന്നു. ധൃതരാഷ്ട്രരുമായുള്ള വിവാഹദിനം വരെ ഗാന്ധാരിക്കും തോഴിക്കും താമസിക്കാൻ ഒരു കൊട്ടാരം തന്നെയായിരുന്നു സജ്ജമാക്കിയിരുന്നത്. അത് ഗാന്ധാരത്തിലെ കൊട്ടാരത്തിന്റെ അത്ര വലിപ്പമുള്ളതായിരുന്നു. ഹസ്തിനപുരത്തിലെ വിസ്മയങ്ങൾ കണ്ട് തോഴിയും ഗാന്ധാരിയും അത്ഭുതപ്പെട്ടു. ചുറ്റുമുള്ള വിസ്മയങ്ങളെപ്പറ്റി പറയാൻ മാത്രമേ തോഴിക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. അത്രക്ക് സമ്പന്നവും സമൃദ്ധവുമായിരുന്നു ഹസ്തിനപുരം കൊട്ടാരം. ആ മഹാരാജ്യത്തിലെ രാജിയാകുവാൻ കഴിയുക ഗാന്ധാരിക്ക് കിട്ടിയ ജന്മജന്മാന്തരങ്ങളുടെ സുകൃതം തന്നെയാണെന്ന് തോഴി തർപ്പിച്ചു പറഞ്ഞു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി. പക്ഷേ അല്പം മുമ്പ് പുറത്തു പോയി വന്ന തോഴി അങ്ങേയറ്റം വിഷാദമഗ്നയായി കാണപ്പെട്ടു. തോഴിയുടെ കാലുകൾ പതറുകയും ശരീരം വിറക്കുകയും ചെയ്തു. കണ്ണീരോടെ വിറക്കുന്ന ശബ്ദത്തിൽ തോഴി ആ സത്യം ഗാന്ധാരിയെ ധരിപ്പിച്ചു. നാം ചതിക്കപ്പെടുകയായിരുന്നു. മഹാരാജാവ് ധൃതരാഷ്ട്രർ അന്ധനാണ്, ജന്മനാ അന്ധനാണ്. അതു കേട്ടതും ഗാന്ധാരി മോഹാലസ്യപ്പെട്ടു. മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്ന ഗാന്ധാരി കോപാഗ്നിയിൽ ജ്വലിച്ചു. ആ സമയം ഗാന്ധാരിയുടെ മാതാപിതാക്കളോ ധൃതരാഷ്ട്രരോ ഗാന്ധാരിയുടെ സമീപം എത്തിയിരുന്നെങ്കിൽ ആ കോപാഗ്നിയിൽപ്പെട്ട് അവർ ഭസ്മമായി പോയേനെ. പിന്നീട് ആറി തണുത്ത ഗാന്ധാരിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഗംഗാനദി പോലെ പ്രവഹിച്ചു. തോഴി എങ്ങനെ ഗാന്ധാരിയെ സാന്ത്വനിപ്പിക്കും എന്നറിയാതെ അമ്പരന്നു. പെട്ടെന്ന് നിശ്ചയദാർഢ്യത്തോടെ ഗാന്ധാരി ചാടി എണീറ്റു. കണ്ണുകൾ തുടച്ചു. വസ്ത്രാഞ്ചലം കൊണ്ട് തന്റെ കണ്ണുകൾ കെട്ടി. ആത്മനിന്ദയോടെ ഗാന്ധാരി പുലമ്പി, എന്നെ ചതിച്ച ഈ ലോകത്തെ ഇനി എനിക്ക് കാണണ്ട. തോഴി രാജിയുടെ തിരുവായി ഇരുകൈകൾ കൊണ്ട് പൊതിഞ്ഞു. ദേവി ഗാന്ധാരി, അങ്ങ് ഇപ്പോൾ ഹസ്തിനപുര രാജ്യത്തിലെ രാജിയാണ്, മഹാറാണിയാണ്, ധൃതരാഷ്ട്രരുടെ ധർമ്മപത്നിയാണ്. ധർമ്മപത്നി എന്ന തോഴിയിൽ നിന്ന് കേട്ടപ്പോൾ ഗാന്ധാരി ചിരിച്ചു. ആത്മനിന്ദയുടെ വേദന പുരണ്ട ചിരി. ധർമ്മപത്നി. ഗാന്ധാരി വീണ്ടും വീണ്ടും സ്വയം ഉരവിട്ടു. ഭർത്താവിന് ലഭ്യമല്ലാത്ത സുഖങ്ങളെയും ത്യജിച്ച ത്യാഗത്തിന്റെ മൂർത്തിഭാവം. ഭർത്താവിന് ലഭ്യമല്ലാത്ത കാഴ്ച തനിക്ക് വേണ്ട എന്ന ദൃഢനിശ്ചയമെടുത്ത ഗാന്ധാരി സ്വയം ബലിദാനമാവുക മാത്രമല്ലേ ചെയ്തത്, ഭർത്താവിനെയും മക്കളെയുമെല്ലാം സ്നേഹശൂന്യതയുടെ താഴ്വാരത്തിലേക്ക് ആനയിക്കുകയായിരുന്നു. ഭർത്താവിനോടും സ്വന്തം മാതാപിതാക്കളോടുമുള്ള കോപാഗ്നി അല്പം പോലും പ്രകടിപ്പിക്കാനാവാതെ രാജമഹിമയുടെയും കുടുംബമഹത്വത്തിന്റെയും പേരിൽ സ്വന്തം ഹൃദയത്തിലേക്ക് ആ കോപാഗ്നി ആവഹിച്ചതുകൊണ്ടാണ് ഗാന്ധാരി ആ തീവ്രതീരുമാനത്തിലെത്തിയത്. സദാചാരത്തിന്റെയും കുലമഹിമയുടെയും പേരിൽ ഭാരത സ്ത്രീത്വം എക്കാലത്തും നിശബ്ദമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക അപഭ്രംശത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഗാന്ധാരി. ധർമ്മിഷ്ഠയായിരുന്ന ഗാന്ധാരി എല്ലായ്പ്പോഴും മക്കളെ അധാർമിക പ്രവർത്തികളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ധമായ പകയോടെ പാണ്ഡവരെ കണ്ടിരുന്ന ദുര്യോധനൻ പക്ഷേ ഈ വാക്കുകൾ ചെവിക്കൊണ്ടില്ല.
പുത്രവാത്സല്യത്താൽ ധൃതരാഷ്ട്രരും ഗാന്ധാരിയുടെ വാക്കുകൾ അവഗണിച്ച് ദുര്യോധനന്റെ അധർമ്മത്തിനു കൂട്ടുനിന്നു. ഭഗവാൻ കൃഷ്ണനെപ്പോലും ശപിക്കുവാൻ തപോബലമുള്ളവളായിരുന്നു ഗാന്ധാരി. പാതിവ്രത്യ ശക്തിയാൽ അത്യധികം തപോബലവും നേടിയിരുന്നു. മക്കളെല്ലാം മരിച്ച ദുഃഖത്താൽ അലമുറയിട്ടു നിലവിളിച്ച ഗാന്ധാരി ഭഗവാൻ കൃഷ്ണനെ ശപിക്കുകയുണ്ടായി. കുരുപാണ്ഡവോ യുദ്ധത്തിനു ശേഷം മഹാഭാഗയായ ഗാന്ധാരി ദേവി ദൂരെ നിന്ന് കുരുക്കൾ മരിച്ചുവീണ യുദ്ധക്കളം ദർശിച്ചു. ഉഗ്ര തപസ്വിനിയും പതിവ്രതകളിൽ അഗ്രഗണ്യമായ ഗാന്ധാരി വ്യാസമുനിയുടെ അനുഗ്രഹത്താൽ ദിവ്യദൃഷ്ടിയുള്ളവളായിത്തീർന്നു. അവൾ തന്റെ കണ്ണുകളെ മൂടിക്കെട്ടിയിരുന്നിട്ടും ദിവ്യദൃഷ്ടിയാൽ സകലതും കാണുവാൻ കഴിഞ്ഞു. യുദ്ധക്കളത്തിൽ മരണപ്പെട്ട ഓരോ വ്യക്തികളെയും ചൂണ്ടിക്കാണിച്ച് അവൾ അടുത്തുനിന്നിരുന്ന ഭഗവാൻ കൃഷ്ണനോട് അതേപ്പറ്റിയെല്ലാം വിലപിച്ചുകൊണ്ടിരുന്നു. സ്ത്രീകളിൽ ഉത്തമയായ ഗാന്ധാരി കരഞ്ഞ് തളർന്ന് ഉഴന്നു വീണു. പിന്നീട് എണീറ്റ് വീണ്ടും വിലാപത്തോടുകൂടി സകല അപരാധവും കൃഷ്ണനിൽ ചുമത്തിക്കൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞു: കൃഷ്ണ, പാണ്ഡവരും ധാർത്തരാഷ്ട്രന്മാരും പരസ്പരം കൊന്നു തീർന്നു. എന്തിനാണ് ജനാർദ്ദന അവരെ നീ തീർത്തും ഉപേക്ഷിച്ചു കളഞ്ഞത്? നീ രണ്ടിനും സമർത്ഥനും ശ്രുതവാക്യനും അസംഖ്യം ഭൃത്യന്മാരും വിപുലമായ സൈന്യബലമുള്ളവനും ശക്തനുമല്ലേ? അല്ലയോ മധുസൂദന, അപ്പോൾ കുരുക്കളുടെ നാശം നിന്റെ ഇച്ഛയനുസരിച്ചാണ് നടന്നത്. അതിനാൽ മഹാബാഹോ, അതിന്റെ ഫലം നീയും അനുഭവിക്കട്ടെ. പതിശുശ്രൂഷയാൽ അല്പമെങ്കിലും തപോബലം ഞാൻ ആർജിച്ചിട്ടുണ്ടെങ്കിൽ ആ തപോബലത്താൽ അല്ലയോ ചക്രഗദാധര, ഞാൻ നിന്നെ ശപിക്കുകയാണ്. പരസ്പരം കൊല്ലുന്ന ബന്ധുക്കളായ കുരുപാണ്ഡവരെ നീ ഉപേക്ഷിക്കുകയാൽ അല്ലയോ ഗോവിന്ദ, നിന്റെ ബന്ധുക്കളും ഇതുപോലെ കൊല്ലപ്പെടുന്നതാണ്. ഇന്നേക്ക് 36 ആണ്ട് തികയുമ്പോൾ ബന്ധുക്കളും അമാത്യന്മാരും പുത്രന്മാരുമൊക്കെ കൊല്ലപ്പെട്ട് വനത്തിലൂടെ നടക്കുമ്പോൾ കുത്സിതമായ ഒരു ഉപായത്താൽ നീയും മരിക്കുന്നതാണ്. ഈ കാണും പടി ബന്ധുക്കളെല്ലാം മരിച്ച് നിങ്ങളുടെ സ്ത്രീകളും ഭാരത സ്ത്രീകളെപ്പോലെ അനാഥകളായി വിലപിക്കും. ഗാന്ധാരിയുടെ ശാപവാക്കുകൾ കേട്ടിട്ടും ഭഗവാൻ കൃഷ്ണൻ ഒരു കുലുക്കവുമുണ്ടായില്ല. അദ്ദേഹം താൻ ചെയ്യാനുദ്ദേശിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ് ശാപവാക്കുകളിലൂടെ ഗാന്ധാരി ഇപ്പോൾ പറഞ്ഞതെന്ന് അവളെ അറിയിച്ചു. ഉത്തംഭക്തയും ധർമ്മിഷ്ഠിയുമായ ഗാന്ധാരിയുടെ വാക്കുകളെ സത്യമാക്കുവാനും താൻ നിശ്ചയിച്ചിട്ടുള്ളത് നടത്താനുമായി ശ്രീകൃഷ്ണ ഭഗവാൻ ഗാന്ധാരിയുടെ ശാപത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. അതനുസരിച്ചാണ് പിൽക്കാലത്ത് യദുകുലം നശിച്ചതും ദ്വാരക കടലിൽ മുങ്ങിപ്പോയതും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.